കുട്ടികൾ അറബി അക്ഷരങ്ങൾ വൃത്തിയോടെ ഉച്ചരിച്ചുകൊണ്ട് തന്നെ പാടി. അറബി കാലത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സ്പെഷ്യൽ ലാംഗ്വേജ്, അതായത് നമ്മുടെ പരിശുദ്ധ ഖുർആന്റെ ലാംഗ്വേജ് ആയതുകൊണ്ട് വളരെ കൃത്യമായ ഉച്ചാരണ നിയമങ്ങളോട് കൂടി തന്നെ അതിൻ്റെ ഓരോ വാക്കുകളെയും അക്ഷരങ്ങളെയും ഉച്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുതഅല്ലിമുകളായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരുത്താതെ ഗാനങ്ങളിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദങ്ങളുടെ ഉച്ചാരണങ്ങൾ പരമാവധി തെറ്റാതെ തന്നെ അത് ഉച്ചരിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു വിധികർത്താവ് എന്ന നിലയിലുള്ള എൻ്റെ അഭിപ്രായം. അൽഹംദുലില്ലാഹ്, അറബി ഗാനം പൊതുവെ ഗാനശേഖരങ്ങളുടെ കൂട്ടത്തിൽ പുതിയതിൻ്റെ ലഭ്യത കുറവ് കാണപ്പെടുന്ന ഒരു ഭാഗമാണ്, ഒരു ഐറ്റമാണ് അറബി ഗാനങ്ങൾ. അറബി ഗാനങ്ങൾ മലയാള മദഹ് ഗാനങ്ങളെ പോലെയോ മാഷപ്പ് സോങ്ങുകളെ പോലെയോ നിരന്തരമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമല്ല. എന്നാൽ അതിൽ പരമാവധി നാം ചെയ്യേണ്ടത്, ഇൻഷാ അല്ലാഹ്, നിങ്ങളിൽ കഴിവുള്ള കുട്ടികളുണ്ടായിരിക്കും. നിങ്ങൾ ഗാനങ്ങൾ എഴുതണം, മാപ്പിള പാട്ടുകൾ എഴുതണം, മദഹ് ഗാനങ്ങൾ എഴുതണം. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കഴിവുകൾ നമുക്കൊക്കെ അറിയാമല്ലോ, നമുക്കറിയുന്ന കഴിവുകൾ വെച്ചുകൊണ്ട് നമ്മളത് എവിടെയാണെങ്കിലും അവതരിപ്പിക്കണം, അത് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. ഇവിടെ അറബി ഗാനത്തിൽ പലപ്പോഴും പാടിപ്പതിഞ്ഞ ഗാനങ്ങൾ അത് ലഭ്യത കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു. മലയാള ഗാനങ്ങളെപ്പോലെ നമുക്ക് അത്ര അങ്ങനെ സുലഭമായി ലഭിക്കുന്ന ഒരു വിഷയമല്ലേ ഇത്. അപ്പം അതുകൊണ്ട് എന്നാലും കുട്ടികൾ അധികം പഴകാത്ത അത്യാവശ്യം ചില പാട്ടുകളൊക്കെ പുതിയതായിട്ട് തന്നെ പുതിയ ഈണങ്ങളിൽ വന്നു. അറബി ഗാനങ്ങളിൽ പൊതുവെ നിങ്ങൾ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അറബിക്ക് ടച്ച് ട്യൂൺ വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് മാപ്പിളപ്പാട്ടുകളുടെ ട്യൂണിൽ രചിക്കപ്പെട്ട അറബി ഗാനങ്ങളെക്കാൾ അറബി ട്യൂണുകളിൽ രചിക്കപ്പെട്ട അറബി ഗാനങ്ങൾ ആവുക എന്നത് അറബി ഗാനങ്ങളുടെ ഒരു പ്ലസ് പോയിന്റുകളായിട്ട് തന്നെ നമ്മുടെ SKSFന്റെ സർഗലയത്തിലുമൊക്കെ അത് അങ്ങനെ ഒരു വിഷയം എഴുതി വെച്ചതായിട്ട് തന്നെ നമുക്ക് കാണപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അറബി ട്യൂണുകളിൽ രചിക്കപ്പെട്ട ഗാനങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്ന് അറിയിക്കുകയാണ്. പിന്നെ അതിന് പ്രത്യേകമായ അറബി ഗാനങ്ങളിൽ പ്രത്യേകമായ മാപ്പിളപ്പാട്ടിൻ്റെ നിയമങ്ങളൊന്നും അല്ല അതിലുള്ളത്. അതിൻ്റെ സജീവ പ്രകാരമുള്ള അത് മിക്കവാറും കേൾക്കുമ്പോൾ ഒരു കവിത്വമുള്ള രീതിയിലുള്ള ഒരു പ്രാസ നിയമങ്ങൾ, ആദ്യാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസം ഒക്കെ പാലിക്കപ്പെട്ടുകൊണ്ട് രചിക്കപ്പെട്ട ഗാനങ്ങളാവുക എന്ന ഒരു പൊതുവിൽ ഒരു കവിത്വമുള്ള ഗാനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ആയിരിക്കണം നമ്മുടെ സെലക്ഷൻ. പിന്നെ മുന്നോട്ടുള്ള പോക്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സബ് ജൂനിയർ വിഭാഗമാണ്. സബ് ജൂനിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ താഴെയുള്ള, ഇതിന് താഴെ കിഡീസ് ഉണ്ട്, അതല്ല, പൊതുവെ സബ് ജൂനിയർ എന്നുള്ളത് ചെറിയ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ്, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കുറവ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. കാരണം നിങ്ങളൊക്കെ പുതിയ കുട്ടികൾ കടന്നു വന്നവരാണ്. അൽഹംദുലില്ലാഹ്, ഇനി ഉള്ള ജൂനിയറിൻ്റെയും സീനിയറിൻ്റെയും ഒക്കെ മത്സരം വരുമ്പോൾ അവരുടെ ഇടയിലുള്ള വീറും വാശിയും അവരുടെ ആ മത്സരത്തിലൂടെ കാണിക്കുന്ന അവരുടെ സീരിയസ് മൈൻഡ് അത് നിങ്ങൾ കീപ്പ് ചെയ്യണം, അവരിൽ നിന്ന് പകർന്നെടുക്കണം. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇത് സീരിയസ് ആയിട്ട്, അത്ര സീരിയസ് ആയിട്ട് നിങ്ങൾ പുതിയ കുട്ടികളായത് കൊണ്ടായിരിക്കാം. പക്ഷേ അപ്പോൾ വന്ന കുട്ടികളല്ലേ അല്ലേ? എത്ര വർഷമായി? ഒന്നിലാണ് അവർ. അപ്പോൾ അതിൻ്റെ ഒരു വർഷം തങ്ങൾക്കിലേക്ക് അതിൻ്റെ എനർജി പകർന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ നല്ല പാട്ടുകൾ, നല്ല വീറും വാശിയും. മത്സരം എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ മത്സരമാണെങ്കിലും വരില്ല, നമ്മൾ എത്ര വലിയ സ്റ്റേജാണെങ്കിലും വരില്ല, നമ്മൾ ചെയ്യുന്ന മത്സരം എന്നത് വാശിയോട് കൂടെ ഏറ്റെടുക്കണം. നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് പാടണം. ഇവിടെ അന്ന് -5 രേഖപ്പെടുത്തിയിട്ടില്ല, കാണാതെ നോക്കി പാടിയതൊന്നും ഇവിടെ -ആയിട്ട് നോക്കിയിട്ടില്ല. വെള്ളികൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, പിന്നെ സ്റ്റെക്ക്, പാട്ട് പാടുമ്പോൾ ഒരു കാരണവശാലും സ്റ്റെക്ക് വരാൻ പാടില്ല. നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിരക്ക് നിർത്തി കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ എഴുതിയേക്കും സ്റ്റെക്ക് മൈനസ്, അതിന് മാർക്ക് കുറക്കും. പക്ഷേ അതൊന്നും ഇവിടെ ഞങ്ങൾ അത്ര ആയിട്ട് നോക്കിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നത് അടുത്ത സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ, ആ കുട്ടികളോട് ഏറ്റുമുട്ടാനുള്ള കഴിവ് നിങ്ങളിലുണ്ടോ എന്നത് മാത്രം പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ പൂർണ്ണരല്ല. നിങ്ങൾ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന വേദികളിൽ മത്സരാർത്ഥികളോട് കിടപിടിക്കാനുള്ള, മത്സരിച്ച് വിജയിക്കാനുള്ള കഴിവുകൾ, ക്ലിയറൻസ് നിങ്ങളിൽ നടത്തണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാല്ലാഹ്, പാട്ടിനെ കുറിച്ച് കൂടുതൽ ഇനി പറയേണ്ട ആവശ്യമില്ല. ഞാൻ അടുത്ത മത്സരങ്ങളിലൊക്കെ വലിയ കുട്ടികൾ നല്ല മത്സരം വരുമ്പോൾ ഇൻഷാല്ലാഹ് അതിനെക്കുറിച്ച് ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് സംസാരിക്കാം. പിന്നെ ഇവിടെ ഇന്ന് നടന്ന മത്സരത്തിൽ ഫസ്റ്റ് നേടിയിരിക്കുന്നത് കോഡ് ലെറ്റർ F, സെക്കൻഡ് നേടിയിരിക്കുന്നത് കോഡ് ലെറ്റർ I, തേർഡ് നേടിയിരിക്കുന്നത് കോഡ് ലെറ്റർ C. എൻ്റെ കൂടെ വിധികർത്താവായിട്ട് സഹവിധികർത്താവ് ഷബീർ നെട്ടരക്കടവ് ചങ്ങലേരി ഒരു ദഫ് പരിശീലകനാണ്. അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് കാര്യങ്ങളിലൊക്കെ
എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ എല്ലാ നിലക്കും നല്ല രീതിയിൽ തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് ഇത് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞങ്ങളിൽ എന്താണ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത വേദിയിൽ നിങ്ങൾ മത്സരിക്കുന്ന മത്സരാർത്ഥികളുടെ ആ ലെവൽ നോക്കിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് ആ കഴിവുള്ള ഒരാളെ തിരഞ്ഞെടുത്തു. അത്രയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ.